ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 45-ാം ദിവസമായിരിക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം 7-ാം ദിവസത്തിലും എത്തി നിൽക്കുന്നു. അതായത് ഒരാഴ്ച. പ്രമുഖരെ പങ്കെടുപ്പിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജനസഭ ഇന്ന് സംഘടിപ്പിക്കും. അതേസമയം ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തും. കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, ഈ ഒരു സമരം ഇപ്പോൾ 45-ാം ദിവസം പിന്നിടുന്നു. അതുപോലെ തന്നെ നിരാഹാര സമരം 7-ാം ദിവസം. എന്നിട്ടും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കൂടാതെ അംഗനവാടി വർക്കർമാരുടെ സമരവും അവിടെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ 1.5 മാസം പിന്നിട്ടിരിക്കുന്നു എന്നതാണ്. 1.5 മാസം ഇവർ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ തുടങ്ങിയിട്ട് 1.5 മാസം പിന്നിടുകയാണ്. ആ സമയത്താണ് അവരുടെ നിരാഹാര സമരവും സമരത്തിന്റെ 3-ാം ഘട്ടം എന്ന നിലയിൽ ഒരു നിരാഹാര സമരത്തിനും തുടക്കം കുറിച്ചിരുന്നു. അതിപ്പോൾ 7-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 2 പേരാണ് ഇതിനോടകം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയും പിന്നീട് മറ്റു 2 പേർ സമരം തുടങ്ങുകയും ചെയ്തിരുന്നത്. ശക്തമായ സമരത്തിലേക്ക് തന്നെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രശ്ന പരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ ജനസഭ സംഘടിപ്പിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക കലാ മേഖലകളിൽ നിന്നടക്കമുള്ള ആളുകൾ ഇന്നത്തെ ജനകീയ സഭയിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ജനകീയ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം ആശാ വർക്കർമാർ 3 പേരാണ് ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. അതിൽ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു ഉൾപ്പെടെയുള്ള 3 പേരാണ് ഇപ്പോൾ സമരം തുടരുന്നത്. അതുപോലെ തന്നെ ഈ സമരത്തിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസവും മറ്റൊരാൾ സമരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഷഡിജ എന്ന ആൾ തുടർന്ന് സമരം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വളരെ ബുദ്ധിമുട്ടിയുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ന് ആശാപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള മറ്റൊരു ദിവസം കൂടിയാണ്. നിരവധി പേർ ഇവിടെ കാണാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവർക്കൊപ്പം സമരത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഭർത്താവ് ഇന്നലെ രാത്രിയോടുകൂടി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇന്നലെ വൈകിട്ട് കൂടി ഇവിടെ എത്തിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനാൽ തന്നെ ഇവിടെയുള്ള പ്രവർത്തകരൊക്കെയും അങ്ങോട്ടേക്കൊന്ന് പോയിട്ടുണ്ട്. എങ്കിലും 10 മണിയോടുകൂടി തന്നെ ശക്തമായ സമരവുമായി ഇവർ തിരികെ രംഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഇന്നിപ്പോൾ ജനസഭ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള മറ്റൊരു സംഭവം കൂടി ഇന്ന് നടന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ശക്തമായ സമരവുമായി തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നത്തെ ജനസഭയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ജനസഭ ജനകീയ പ്രതിരോധ സമിതിയാണ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങളുടെ സമരം ഇന്ന് നിരാഹാര സമരം 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു ഡോക്ടർ പോലും വന്നിട്ടില്ല. ഞങ്ങളുടെ ഇന്നലെ ഒരാളെ മാറ്റി ഇവിടുന്ന് അടുത്തയാൾ കയറി. ഇന്നിപ്പോൾ 2 പേര് തുടരുന്നുണ്ട്. 2 പേരും അവശരാണ്. അതിനിടയിലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഇവിടുന്ന് പോയത്. ഭർത്താവാണെന്ന് വിളിച്ചുകൊണ്ട് പോയത്. പക്ഷേ അരമണിക്കൂർ കഴിയുമ്പോൾ മരിച്ചെന്നൊരു വാർത്തയാണ് വന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നതാണ്. ഒരു ചുമട്ട് തൊഴിലാളിയാണ് അദ്ദേഹം. അപ്പോൾ സത്യത്തിൽ 2 പേർക്കും വരുമാനമില്ലാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തിനും അങ്ങനെ കാര്യമായ വരുമാനം കിട്ടില്ലെന്ന് നമുക്കറിയാം. ചുമട്ട് തൊഴിലാളിയാണെന്നുള്ളതുകൊണ്ട് ഈ ആശാ വർക്കറാകട്ടെ സമരത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഈ വളരെ ദരിദ്രരായ ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ആലോചിച്ച് പിരിഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ ഇന്ന് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് തീരുമാനിച്ചു പോയി. അരമണിക്കൂർ കഴിയുമ്പോഴാണ് ആ വാർത്ത വരുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു ഷോക്കിംഗ് ആണ്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവിടെ വന്നിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി വന്നതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് വേണ്ട ചികിത്സ പോലും നൽകാൻ അല്ലെങ്കിൽ പരിശോധന പോലും നടത്താൻ അവർ തയ്യാറാകാത്തത് എത്രത്തോളം പ്രതിഷേധാർഹമാണ്? അത് ശക്തമായൊരു പ്രതിഷേധമുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ധാരാളം സമരങ്ങൾ കാണുന്നതാണ്. ഗവൺമെന്റ് ഡോക്ടർമാർ വന്ന് അവർ രാവിലെയും വൈകുന്നേരം പരിശോധിക്കാറുണ്ട്. ഞങ്ങളോട് ആദ്യത്തെ ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾക്ക് തടസ്സമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു പോയി. പക്ഷെ 7-ാം ദിവസവും അങ്ങനെ ആരും വരുന്നില്ല എന്നുള്ളത് അത് നമ്മൾ എടുത്തു കാണേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് സർക്കാരിന്റെ മുന്നിലല്ലേ സമരം നടത്തുന്നത്. സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അത് നോക്കി ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളത് മാനേജ് ചെയ്യും. തന്നെയാണ് സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അവർക്ക് പ്രതിഷേധമുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ വനിതകളാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിരാഹാര സമരത്തിന്റെ 7ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ 2 പേരുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നത്തിൽ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും കടക്കുന്നില്ല, ഒരു പരിശോധന പോലും നടത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവർക്ക് കടുത്ത അമർഷവുമുണ്ട്. ഒപ്പം തന്നെയാണ് അംഗനവാടി ജീവനക്കാരുടെ സമരവും സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുന്നത്. ഈ അംഗനവാടി ജീവനക്കാർക്കും അതുപോലെ തന്നെ ആശാ പ്രവർത്തകരുടെയും പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തുന്നത്. അതിന്റെ ഈ സംസ്ഥാന തലത്തിലുള്ള ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് കെ മുരളീധരൻ നിർവഹിക്കുകയും ചെയ്യും. എന്തുതന്നെയായാലും ശക്തമായ സമരവുമായി തന്നെ ആശാ വർക്കർമാർ മുന്നോട്ട് പോവുകയാണ്. അത് ജനകീയ പ്രതിരോധ സഭ ഇന്ന് സംഘടിപ്പിക്കുന്ന ആ ജനസഭയോടുകൂടി ശക്തമാവുകയാണ്. ഒപ്പം വരും ദിവസങ്ങളിലും ഇവർ തങ്ങളുടെ ആവശ്യം നേടിയെടുത്തതിന് ശേഷം മാത്രം സമരത്തിൽ നിന്ന് പിന്മാറാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശരി രജിത്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ആശാ വർക്കറുടെ വാക്കുകൾ കേട്ടതാണ്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു അവസ്ഥയാണ് അവരുടേത്. 45 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനായി ഇരിക്കുകയാണ്. പക്ഷേ സർക്കാർ ഈ സമരമൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്.